ഞാനിത് റൂം ഓൺ ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ലീവ് ചെയ്തോളൂ. ഭക്തിരസാമൃത സിന്ധു ആണ് ഇവിടെ കേട്ടോ. ഓക്കെ മാതാജി 8:30 മണിക്കല്ലേ എക്സാം ഉള്ള? അത് ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പിലല്ലേ ക്വസ്റ്റ്യൻസ് ഇടുക? മാതാജി 8:30 മണിയുടെ ഒരു മിനിറ്റ് പ്രഭു. അതെ, 8:30 എക്സാം. 8:30 എക്സാം വരുന്നത് ലിങ്ക് തന്നെയാണ് പ്രഭു. ഈ ലിങ്കിൽ തന്നെ 8:30 ജോയിൻ ചെയ്താൽ മതി. 8:30 ഈ ലിങ്കിൽ തന്നെയാണോ വരിക എക്സാം? ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുക? ഈ ലിങ്കിലാണ് വരിക കേട്ടോ. അപ്പൊ 8:30 ജോയിൻ ചെയ്താൽ മതി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭക്തിരസാമൃത സിന്ധു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം 11 അതീന്ദ്രിയ സേവനത്തിന്റെ സ്വഭാവങ്ങൾ. കഴിഞ്ഞ അധ്യായം നമ്മള് കണ്ടു ശ്രവണത്തിന്റെ സ്മരണത്തിന്റെ സമ്പ്രദായങ്ങള്. ശ്രവണത്തെ കുറിച്ചും സ്മരണത്തെ കുറിച്ചും. ശ്രവണത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായതാണ്, ഓൾറെഡി അറിയാവുന്നതാണ്. സ്മരണത്തിന്റെ പ്രാധാന്യം നമുക്കറിയില്ല, നമ്മളത് അനുഭവിച്ച കാര്യങ്ങളാണ്, അതൊക്കെ മനസ്സിലാക്കുന്നതാണ്. പിന്നെന്താ പറഞ്ഞത്? ധ്യാനം. 3 കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞ. ശ്രവണം, പിന്നെ സ്മരണം, ധ്യാനം അല്ലെ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ശ്രവണത്തിൽ പറഞ്ഞത്? ശ്രവണത്തില് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ശ്രവണത്തില് അല്ലാതെ തന്നെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചു. 7ാമത്തെ അധ്യായത്തിൽ എന്താണ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അതിലൊരു ശ്ലോകം നമ്മൾ പറഞ്ഞു, യസ്യാം വൈശ്രൂയമാണായാം എന്ന് പറഞ്ഞൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ടായിരുന്നു ഭാഗവതത്തിൽ. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തില്. അതായത് ഏതാണ് 4ഓ 5ഓ ഫസ്റ്റത്തെ ശ്ലോകങ്ങളിൽ ഒരെണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ 4, 5 അല്ല 7ാമത്തെ ശ്ലോകം, ഭാഗവതത്തിലെ 7ാമത്തെ ശ്ലോകം ഏതാണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. യസ്യാം വൈശ്രൂയമാണായാം എന്താണ് പുരുഷഹേ എന്ന് പറഞ്ഞ ശ്ലോകമില്ല? കൃഷ്ണേ പരമ പുരുഷഹേ ഭക്തി ഉത്പത്തതേ പുംസ ഭയ ശോക മഹാഭയ എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ ശ്ലോകം നമ്മളിപ്പോ പഠിച്ച അധ്യായത്തിൽ 7ാമത്തെ അധ്യായത്തില് ശോക മോഹ ഭയാപഹ. ഭയ ശോക മോഹം നേരെ തിരിച്ചാണ്. ശോക മോഹ ഭയം അതൊക്കെ മാറും. അതായത് ശ്രവണത്തിന്റെ പറഞ്ഞു ഒന്ന് വായിച്ചു വെക്കുക. ഒരാൾ വായിക്കാവോ ശ്ലോകം? ഞാൻ എന്റെ ഓർമ്മയിൽ പറഞ്ഞത് 7ാമത്തെ ശ്ലോകമാണ് എന്റെ ഒരു ഓർമ്മ. അത് ായ കൃഷ്ണേ പരമപുരുഷേ ഭക്തി ഉത്പദ്യതേ പുംസ ശോക മോഹ ഭയാപഹ. അല്ലെ? അതിന്റെ അർത്ഥം കൂടി പറഞ്ഞ മാതാജി, മീനിങ് പറഞ്ഞ. ഈ വേദസാഹിത്യത്തിന്റെ ശ്രവണത്തിലൂടെ മാത്രം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമയുത സേവന വികാരം നാമ്പെടുക്കുകയും തൽക്ഷണം ശോകം, മായ, ഭയം എന്നിവയാകുന്ന അഗ്നിയെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെ? ആ ശ്രവണത്തിന്റെ പ്രാധാന്യം, ഭാഗവത ശ്രവണത്തിന്റെ പ്രാധാന്യം നമ്മളിപ്പോ കഴിഞ്ഞ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകം ഇപ്പൊ കണ്ടത് അതാണ്. നമ്മള് 7ാമത്തെ ശ്ലോകം അല്ലെ അത് പറയുന്നത്? അതിൽ പറയുന്നത് നമ്മുടെ ശോകോ മോഹോ ഭയോ ഈ 3 കാര്യങ്ങളും ശ്രവണത്തിലൂടെ നമുക്ക് ഇല്ലാതാകുന്നു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. ഇപ്പൊ ശ്രവണത്തിന്റെ വന്നപ്പോ അതെങ്ങനെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമ്പോ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ മായക്ക് എന്തോ മോഹം എന്നൂടെ പറയും അല്ലേ? മോഹം,
മായ. മായ, ശോക, മോഹ, ഭയം. മോഹം, മോഹത്തിന് പകരം മായ എന്നും പറയല്ലേ മാതാജി? മോഹം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങള്, മോഹങ്ങൾ, ആഗ്രഹങ്ങളാ മായ എന്ന് വിളിച്ച് പറയാം നമുക്ക്. ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ അതൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഇങ്ങനെയായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട ശ്ലോകങ്ങൾ വരുമ്പോഴേ അതിന്റെ നമ്പറുകൾ നിങ്ങൾ എഴുതി വെച്ചാല് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഭാഗവതത്തിലെ ശ്ലോകം എന്ന് വെച്ചാൽ ആധികാരികമായിട്ടുള്ളതാണ് അല്ലെ, ഭഗവത്ഗീത ഭാഗവതമൊക്കെ. അപ്പൊ അതിനെ കോട്ട് ചെയ്തിട്ട് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഭക്തിരസാമൃതത്തിൽ ഫുള്ള് ഇങ്ങനത്തെ ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതമൊക്കെ. അപ്പൊ നമുക്ക് അതിനേക്കാളും നമുക്കിപ്പോ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലെ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഓർമ്മയിൽ വരും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താ പറയാ 5-ാമത്തെ സ്കന്ധം, 10-ാമത്തെ 12-ാമത്തെ ഒക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച ഭാഗത്തും ഉണ്ട് അങ്ങനത്തെ ശ്ലോകങ്ങൾ. അപ്പൊ നമ്മൾ അതിന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കും. പിന്നെ ആ ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ 7 അധ്യായം പഠിച്ചതിൽ നിന്ന് ഇതിനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അങ്ങനെ. അപ്പൊ ഇതിൽ 7-ാമത്തെ ശ്ലോകത്തില് ആ ശ്രവണത്തിനെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ശ്രവണം അത്രയും നമ്മളെ 3 കാര്യങ്ങൾ പറഞ്ഞു: ഭയം, മോഹം, ശോകം, ദുഃഖം. ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫുള്ള് നമ്മള് ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിന്നെ ടെൻഷനേ ഇല്ല. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തിലൂടെ കിട്ടും? അത് ശ്രവണത്തിലൂടെ തന്നെ കിട്ടും. ഭാഗവത ശ്രവണത്തിലൂടെ കിട്ടുന്ന. അപ്പൊ 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. അത് കോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ പറയുമ്പോൾ. ഹരേ കൃഷ്ണ. പിന്നെ നമ്മള് സ്മരണയും അതേപോലെ തന്നെ അല്ലെ, ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മന്മനാഭവ മത്ഭക്ത മത്യാജീമ നമസ്കുരു അല്ലെ. എപ്പോഴും ഭഗവാനെ നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നില്ല. എപ്പോഴും ഭഗവാൻ ഓർക്കണം, ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കണം അല്ലെ. ഭഗവാൻ അങ്ങനെ മരണകാലത്തോ ജീവിതകാലത്തോ സ്മരിക്കുന്നവൻ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭഗവാനെ സ്മരിക്കണം എന്ന് പിന്നെ വേറെ ഏതിനോ ഈശോപനിഷത്തിൽ പറയുന്നില്ല നമ്മള് എപ്പോഴും ഭഗവാനെ സ്മരിക്കണമെന്ന്. ലാസ്റ്റ് അല്ലേ? ഓക്കെ അല്ലല്ല, ഓർക്കണം, മരണസമയത്ത് ഓർക്കാനായിട്ട് ചെയ്ത കൃത്യങ്ങൾ ഓർക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് കുറെ ശ്ലോകങ്ങൾ. ഭാഗവതത്തിൽ ഏതെങ്കിലും ശ്ലോകം നമ്മൾ പഠിച്ച ഭാഗത്ത് ഓർമ്മയുണ്ടോ? സ്മരണത്തിനെ കുറിച്ച് ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. സ്മരിക്കുന്നതിനെ കുറിച്ച് പറയണില്ലല്ലോ ഒന്നും. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ടെന്ന് നമ്മുടെ ഇതിൽ പറയുന്നു. ഭഗവാന്റെ ഗുണങ്ങളെ, ധ്യാനത്തെ കുറിച്ച് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഓക്കെ വിഷ്ണു പുരാണത്തിൽ. ഓക്കെ, ഞാൻ ചോദിച്ച നമ്മൾ പഠിച്ച ഭാഗങ്ങളില് ഏതെങ്കിലും ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ പറഞ്ഞതായിട്ട്? ഇല്ല അല്ലെ. സ്മരണത്തെ കുറിച്ച് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ധ്യാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ധ്യാനത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ 10-ാമത്തെ അധ്യായത്തില് നമ്മൾ കണ്ടത്. ഇനി 11-ാമത്തെ അധ്യായം ചെറിയൊരു അധ്യായമാണ്. നമുക്ക് അത് എടുത്തിട്ടൊന്ന് നിങ്ങൾക്ക് മറ്റേ എന്താണ് പറഞ്ഞ നാമാപരാധം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് മറന്നുപോയി. എനിക്ക് ഇന്നാണ് ഓർമ്മ വന്നത്. പിന്നെ ഹരേ കൃഷ്ണ, അത് ഓർമ്മിപ്പിക്കാം. നമുക്ക് ഇന്ന് അത് ചെയ്യാം കേട്ടോ. നാമാപരാധം പഠിക്കണ്ടേ? നാളേക്ക് ആവശ്യമാണ്, പരീക്ഷയ്ക്ക് ആവശ്യമാണല്ലോ അത്. ഹരേ കൃഷ്ണ. അധ്യായം 11, അതീന്ദ്രിയ സേവനത്തിന്റെ സ്വഭാവങ്ങൾ. ഹരേ കൃഷ്ണ മാതാജി. അതീന്ദ്രിയ സേവനത്തിന്റെ സ്വഭാവങ്ങൾ. അപ്പൊ അതില് ഫസ്റ്റത്തെ നമ്മൾ ഏത് ഭാവ പറയണത്? ദാസഭാവം. ഒന്നാമത്തെ പറയണത് ദാസം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദാസം പറയുന്നുണ്ട് ഇതില്, ദാസവും പിന്നെ ഏതാ പറഞ്ഞ സുഹൃത് ഭാവമാണ് പറയുന്നത് അല്ലെ. ഓക്കെ. ദാസഭാവം കർമ്മഫലം മുഴുവനും ഭഗവാന് സമർപ്പിക്കുന്ന ഭാവമാണ് ദാസഭാവം എന്ന് കർമ്മികൾ പറയും. എന്നാൽ രൂപ ഗോസ്വാമിയെ പോലുള്ള വൈഷ്ണവാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും തരത്തിൽ സദാ ഭഗവത് സേവനമാണ് ദാസഭാവം. അപ്പൊ കർമ്മികൾ പറയുന്നത് എന്താണ്? കർമ്മികൾ എന്ന് വെച്ചാൽ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ. അവര് പറയുന്നത് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മുഴുവൻ ഭഗവാന് സമർപ്പിക്കുന്നതാണ് എന്ത്? ദാസഭാവം എന്ന് പറയുന്നു എന്ന് കർമ്മികൾ പറയും. കർമ്മികൾ എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവര്. എന്നാൽ രൂപഗോസ്വാമിയെ പോലുള്ള വൈഷ്ണവാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ എന്താണത്? ഏതെങ്കിലും തരത്തിലുള്ള സദാ ഭഗവത് സേവനം, ഏത് രീതിയിലായാലും ഭഗവാനെ സേവിക്കുക, സദാ ഭഗവത് സേവനം ചെയ്യുന്നതാണ് എന്ത്? ദാസഭാവം എന്ന് രൂപഗോസ്വാമിയെ പോലുള്ള ആചാര്യന്മാര് പറയും.
ഭഗവാന് പ്രത്യക്ഷമായി തന്നെ സേവനമനുഷ്ഠിക്കുന്ന ഭക്തന്മാരെ ഭാഗവതന്മാർ അഥവാ ശുദ്ധ ഭക്തന്മാർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ ഉപദേശാമൃതത്തിലും പഠിച്ചിട്ടുണ്ട്. ശുദ്ധ ഭക്തന്മാർ എന്ന് പറഞ്ഞ നമ്മള് ഉത്തമ ഭക്തര് അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞ 3 ഭക്തന്മാരെ കാറ്റഗറി അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഉത്തമ ഭക്തര്, മധ്യമ ഭക്തര്, കനിഷ്ഠ ഭക്തര്, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഉത്തമ ഭക്തര് അല്ലെങ്കിൽ ശുദ്ധ ഭക്തര് എന്ന് പറയുന്നത് അവരെയാണ് ഭാഗവതന്മാർ എന്ന് വിളിക്കും. ഭാഗവതം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരെ. ഭാഗവതം അനുഷ്ഠിച്ച് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭാഗവതത്തിൽ എന്താ പറയണത്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ ഭഗവാനെ സേവിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഭഗവത് സേവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മൾ എന്താണ് ഉത്തമ ഭക്തന് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ്? ശുദ്ധ ഭക്തന് മറ്റുള്ളവരെ നിന്ദിക്കാത്ത ശുദ്ധ ഹൃദയത്തോട് കൂടിയവനാണ് അല്ലെ ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവത് സേവനം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. അങ്ങനെ ഭഗവാന് പ്രത്യക്ഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഭക്തന്മാരെ ഭാഗവതന്മാർ അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാർ എന്ന് വിളിക്കുന്നു. വർണ്ണാശ്രമം അനുസരിച്ചുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ശുദ്ധഭക്തരല്ല. ഇപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥകൾ അനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ എങ്ങനെയുള്ളവരല്ല? ശുദ്ധഭക്തന്മാരല്ല. എന്നാലും കർമ്മഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നവരായതുകൊണ്ട് അവരെ ഭക്തന്മാരായി കണക്കാക്കുന്നു. പക്ഷെ അവരെ നമുക്ക് എന്ത് പറയാം? ഭക്തന്മാരാണെന്ന് പറയാം. കാരണം അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർ ആഗ്രഹിക്കുന്നില്ല, അവരത് എടുക്കുന്നില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ഭക്തന്മാരായിട്ട് കണക്കാക്കും. അത്തരം അഭിലാഷങ്ങളൊന്നും ഇല്ലാതെ ഭഗവത് പ്രേമം ഒന്നുകൊണ്ട് മാത്രം നൈസർഗികമായി പ്രവർത്തിക്കുമ്പോൾ അവരെ ഭക്തന്മാരായിട്ട് കണക്കാക്കുക. അതായത് അവർ കർമ്മം ചെയ്യുന്നു, പക്ഷെ ഫലം ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഭഗവാനോടുള്ള ഒരു പ്രേമം ഒന്നുകൊണ്ട് മാത്രം നൈസർഗികമായി പ്രവർത്തിക്കുമ്പോൾ അവരെ നമുക്ക് എന്ത് പറയാം? ഭക്തന്മാരാണെന്ന് പറയാം. കർമ്മം ചെയ്യുന്നുണ്ട്, കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ ഭക്തന്മാരാണെന്ന് പറയാം. വർണ്ണാശ്രമ സമ്പ്രദായവും അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഭക്താത്മാക്കൾക്ക് ഭൗതിക ലോകം ആസ്വദിക്കാനും അവരവരുടെ ആഗ്രഹം അനുസരിച്ച് ഐന്ദ്രിയ സംതൃപ്തനം നടത്താനും പാകത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അവർ പതുക്കെ ആത്മീയ ബോധത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പൊ വർണ്ണാശ്രമ സമ്പ്രദായം അനുസരിച്ച് കർമ്മങ്ങളും ഭക്താത്മാക്കൾക്ക് വർണ്ണാശ്രമ സമ്പ്രദായവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങള്. അപ്പൊ വർണ്ണങ്ങളും ആശ്രമങ്ങളും, അതായത് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. പിന്നെ അതനുസരിച്ചാണ് എന്ത് വരുന്നത്? അതിനനുസരിച്ച് കർമ്മങ്ങൾ വരുന്നത് എല്ലാം എങ്ങനെയാണ്? ഭൗതിക ലോകം ആസ്വദിക്കാനും ഭക്താത്മാക്കൾക്ക് ഈ ഭൗതിക ലോകം ആസ്വദിക്കാനും അവരവരുടെ ആഗ്രഹം അനുസരിച്ച് ഇന്ദ്രിയ സംതൃപ്തി നടത്താനും പാകത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അവർ പതുക്കെ ആത്മീയ ബോധത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. നമ്മള് ഭാഗവതത്തില് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് വർണ്ണാശ്രമ വ്യവസ്ഥകളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വർണ്ണാശ്രമ വ്യവസ്ഥകളെല്ലാം എന്തിലേക്ക് നയിക്കുന്നതാണ്? ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 4 വർണ്ണങ്ങളിലൂടെയും 4 ആശ്രമങ്ങളിലൂടെ നമ്മൾ എത്തുന്നത് എവിടേക്ക് തന്നെയാണ്? സാക്ഷാത്കാരത്തിലേക്കുള്ള പടിയായിട്ടാണ് നമ്മൾ എത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പതുക്കെ നമുക്ക് എവിടേക്ക് എത്താൻ സാധിക്കും? ആത്മീയ ബോധത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ വർണ്ണാശ്രമ സമ്പ്രദായങ്ങൾ, വർണ്ണങ്ങളും ആശ്രമങ്ങളും ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് പാകപ്പെടുത്താൻ രൂപത്തിലാണ് എല്ലാം ചെയ്തതെങ്കിലും പക്ഷെ നമ്മളത് പതുക്കെ എവിടേക്ക് നയിക്കും? വർണ്ണാശ്രമത്തിലേക്ക്, അതായത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പറയാണ്. അങ്ങനെ ഒരു ശ്ലോകം ഇല്ലേ? ശ്രീകൃഷ്ണ ഒന്നാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിൽ പറഞ്ഞിട്ടില്ലല്ലോ ശ്ലോകം ഇല്ല. 1-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം. അത പുംഭിർദ്വിജ ശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അല്ലയോ ദ്വിജശ്രേഷ്ഠ, വർണ്ണാശ്രമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾക്കനുസൃതമായി തൊഴിൽ നിർവഹിക്കുന്നതിലൂടെ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുക എന്ന വിശിഷ്ടമായ പരിപൂർണതയ്ക്ക് ഒരാൾ പ്രാപ്തനാകുന്നു. ഈ വർണ്ണാശ്രമ വ്യവസ്ഥകളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്?
ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് എന്തിലേക്ക് എത്താൻ സാധിക്കും? ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന നമ്മൾ പഠിച്ച ഭാഗത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ ആരാണ് യോഗ്യനെന്ന് ശ്രീല രൂപഗോസ്വാമി വിവരിക്കുന്നുണ്ട്. ഭഗവത് പ്രേമത്തിന്റെ സ്ഫുരണമെങ്കിലുമുള്ള പ്രാരംഭകൻ ഇന്ദ്രിയ സംതൃപ്തനത്തിൽ ഏറെ തൽപരനായിരിക്കില്ല. കുറഞ്ഞ പക്ഷം അയാളുടെ ഭക്തി അളവിനേക്കാൾ താഴെയായിരിക്കും ഇന്ദ്രിയ സുഖങ്ങളിലുള്ള താല്പര്യം. എന്നാൽ അല്പമെങ്കിലും അത്തരം താല്പര്യമുള്ള പക്ഷം അത്തരം പ്രവർത്തനങ്ങളുടെ ഫലം മുഴുവനും കൃഷ്ണന് സമർപ്പിക്കാൻ തയ്യാറാകണം. ഇതും ഭഗവത് സേവനാണ്. അപ്പൊ ആരാണ് ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് യോഗ്യതയുള്ളതെന്ന് രൂപഗോസ്വാമി പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? പ്രാരംഭകൻ, ഭഗവത് പ്രേമത്തിന്റെ സ്ഫുരണമെങ്കിലുമുള്ള ഒരു പ്രാരംഭകൻ, ഒരു ചെറിയൊരു സ്പാർക്കുള്ളവരല്ല. പ്രാരംഭകൻ ഇന്ദ്രിയ സംതൃപ്തിക്ക് ഏറെ താല്പര്യനായിരിക്കില്ല. എങ്ങനെയാണ്? ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തി, അത് പ്രാരംഭകനായാലും എന്തുണ്ടാവില്ല? ഇന്ദ്രിയ സംതൃപ്തിക്ക് താല്പര്യം ഉണ്ടാവില്ല. കുറഞ്ഞ പക്ഷം അയാളുടെ ഭക്തിയുടെ അളവിനേക്കാൾ താഴെയായിരിക്കും ഇന്ദ്രിയ സുഖങ്ങളിലുള്ള താല്പര്യം. ആ വ്യക്തിക്ക് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള താല്പര്യവും ഭക്തിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഭക്തി ഉയർന്നിരിക്കും, ഇന്ദ്രിയ സംതൃപ്തി താഴ്ന്നിരിക്കും, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള താല്പര്യം താഴ്ന്നിരിക്കും. എന്നാൽ അല്പം എങ്കിലും അത്തരം താല്പര്യമുള്ള പക്ഷം അയാൾ എന്ത് ചെയ്യണം? അത്തരം പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് അപ്പോഴും എന്തുണ്ട്? കുറച്ച് ഇന്ദ്രിയ സംതൃപ്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ചെയ്യുന്ന അതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം മുഴുവനും കൃഷ്ണന് സമർപ്പിക്കാൻ തയ്യാറാകണം. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കുന്ന വ്യക്തിക്കല്ല എന്ത് ചെയ്യാൻ പറ്റുക? ഭക്തിയുടെ സേവനം ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയായിരിക്കണം? ഭക്തിയുടെ സേവനം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും സ്വന്തം ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ദാസഭാവം അതീന്ദ്രിയമാകുന്നത് എങ്ങനെയെന്ന് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്. മനോവാക്കായങ്ങളെ കൊണ്ട് സദാ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അഥവാ യഥാർത്ഥത്തിൽ സേവനം നടത്തുന്നില്ലെങ്കിലും അതിനായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വിമുക്തരായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഈ ദാസഭാവം അതീന്ദ്രിയമാകുന്നത് എങ്ങനെയാണെന്ന് നാരദീയ പുരാണത്തിൽ പറയുന്നത് മനസ്സ്, വാക്ക്, കായം, ശരീരം അല്ലെ? മനസ്സ്, വാക്ക്, ശരീരം കൊണ്ട് സദാ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് യഥാർത്ഥത്തിൽ സേവനം നടത്തുന്നില്ലെങ്കിലും അതിനാഗ്രഹിക്കുന്നവർ തീർച്ചയായും വിമുക്തരായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ എന്താണ് നാരദീയ പുരാണത്തിൽ പറയുന്നത്? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും സദാ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് യഥാർത്ഥത്തിൽ സേവനം നടത്തുന്നില്ലെങ്കിലും അതിനാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എന്താണ്? വിമുക്തരായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് നാരദീയ പുരാണത്തില് പറയുന്നത്. ഇനി അടുത്തത് സുഹൃത്ത് ഭാവം. സുഹൃത്ത് ഭാവത്തിലുള്ള ഭക്തി സേവനത്തെ രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാന് ശുഭകാംക്ഷിയായി പ്രവർത്തിക്കുന്നവരാണ് ഒന്നാമത്തേത്. ഒന്ന്, ഭഗവാന്റെ ശുഭകാംക്ഷികളായിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തത് ഭഗവാന്റെ അന്തരംഗദാസനായി പ്രവർത്തിക്കുക എന്നതാണ് രണ്ടാമത്തത്. അപ്പൊ ഒന്നാമത്തത് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ ശുഭകാംക്ഷിയായിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തത് അന്തരംഗദാസനായിട്ട് പ്രവർത്തിക്കുക. നോക്കാം നമുക്ക് എന്താണെന്ന്. ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമുള്ള ഭക്തൻ തന്റെ അതീന്ദ്രിയ വിധാനത്തിൽ എത്തും എന്നുള്ള ഹരേ കൃഷ്ണ. മാതാജി അത് പറഞ്ഞ തിരിച്ചാണോ മാതാജി പറഞ്ഞേ? അതോ എന്റെ തേജ് തെറ്റാണോ? അല്ല, പുസ്തകത്തിൽ തിരിച്ചാ, ഇവിടെ സ്ലൈഡിൽ തിരിച്ചെഴുതിയിരിക്കുന്നത്. തിരിച്ചെഴുതിയേക്കുന്നത് അന്തരംഗദാസനായിട്ടാണ് പറയണത്. ഭഗവാന്റെ അന്തരംഗദാസനായി പ്രവർത്തിക്കുകയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഭഗവാന്റെ ശുഭകാംക്ഷിയായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അതാ ഞാൻ ചോദിച്ചേ. ഹരേ കൃഷ്ണ. സ്ലൈഡിൽ തിരിച്ചെഴുതിയിരിക്കുന്നത് മാത്രം. ശരി കൃഷ്ണ. മാതാജി, ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമുള്ള ഭക്തൻ താൻ അതീന്ദ്രിയ വിധാനത്തിലെത്തും എന്നുള്ള ദൃഢബോധത്തോടെ അതിന്റെ എല്ലാ ചട്ടവട്ടങ്ങളെയും ക്രമമായി പാലിക്കും. അപ്പൊ ഒന്നാമത്തെ ഇവിടെ എന്താ പറയണത്? ഒന്നാമത്തെ ഘട്ടത്തിൽ ഇവിടെ പറയണത് സുഹൃത്ത് ഭാവത്തിലുള്ള ഭക്തിയുടെ സേവനത്തെ രണ്ടായി തിരിക്കും. ഒന്നാമത്തത് ഭഗവാന്റെ അന്തരംഗദാസനായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തത് ഇവിടെ വന്നപ്പോ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ സ്ലൈഡ് ഇത് പറഞ്ഞാൽ മതി നമുക്ക്. ഒന്നാമത്തത് രണ്ടാമത്തതും തിരിച്ചാട്ടോ, രണ്ടൊന്നും ഒന്ന് രണ്ടും ആണ്. ഒന്നാമത്തെ പറയുന്നത് ഒന്നാമത്തത് ഏതാണ്? ഭഗവാന്റെ അന്തരംഗദാസനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഭഗവാന്റെ ശുഭകാംക്ഷിയായിട്ട് പ്രവർത്തിക്കുക. ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമുള്ള ഒരു ഭക്തൻ താൻ അതീന്ദ്രിയ വിധാനത്തിൽ എത്തും എന്നുള്ള ദൃഢബോധത്തോടെ അതിന്റെ എല്ലാ ചട്ടവട്ടങ്ങളെയും ക്രമമായി പാലിക്കും.
അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ രീതിയിലുള്ള ഭക്തി സൗഹൃദം ഭഗവാന്റെ ശുഭകാംക്ഷിയായി തീരലാണ്. ഒരു ധർമ്മ ഉപദേശകനെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി ഭഗവാൻ സ്വീകരിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഗീതാ രഹസ്യം ജനങ്ങളിൽ എത്തിക്കുന്നവൻ കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരനാണ്. മനുഷ്യ സമുദായത്തിൽ അയാൾക്ക് തുല്യനായിട്ട് ആരുമില്ല. അപ്പൊ ഭഗവാന്റെ ശുഭകാംക്ഷിയായിട്ട് മാറാന്ന് വെച്ചാൽ ഭഗവാന്റെ കീർത്തി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവരാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാല് ഭഗവത്ഗീത എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നവരൊക്കെ ശുഭകാംക്ഷികളാണെന്ന് പറയാം. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ അന്തരംഗദാസനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് പറഞ്ഞെന്താണ്? ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമുള്ള ഭക്തൻ താൻ അതീന്ദ്രിയ വിധാനത്തിൽ എത്തും എന്നുള്ള വിശ്വാസത്തോടുകൂടി ദൃഢബോധത്തോടെ എല്ലാ ചട്ടവട്ടങ്ങളും ക്രമമായി പാലിക്കും. അപ്പൊ ഭഗവാന്റെ ഒന്നാമത്തത് അന്തരംഗ ദാസനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ, ഈ ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് സാധിക്കും നമ്മൾ വിചാരിക്കല്ല, ദൃഢബോധത്തോടെ ദൃഢവിശ്വാസത്തോടെ നമ്മൾ എല്ലാ ചട്ടവട്ടങ്ങളെയും പാലിക്കുകയാണ്. എവിടെ എത്തും? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ എത്തും എന്നുള്ള ദൃഢബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുക. എല്ലാ ചട്ടവട്ടങ്ങളും തത്വങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് ഒന്നാമത്തെ പറയുന്നത്. മഹാഭാരതത്തിൽ ദ്രൗപദി ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ട ഗോവിന്ദ, അങ്ങയുടെ ഭക്തജനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് അങ്ങ് സത്യം ചെയ്യുന്നു. ഞാനത് തികച്ചും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാത്തരം ക്ലേശങ്ങളിലും കഷ്ടതയിലും അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ദ്രൗപദി മഹാഭാരതത്തിൽ പറയുന്നതാണ് ഗോവിന്ദ, ഭഗവാനെ വിളിക്കുന്നത് ഗോവിന്ദ എന്നാണ്. അങ്ങയുടെ ഭക്തജനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് അങ്ങ് സത്യം ചെയ്യുന്നു. ഞാനിത് തികച്ചും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ തരം ക്ലേശങ്ങളും കഷ്ടതയും അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങയെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് പറഞ്ഞത്. അങ്ങയുടെ ഭക്തന്മാർക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? പരാജയം സംഭവിക്കുന്നില്ല. ഭഗവാൻ അർജുനനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അല്ലെ? നമ്മെ ഭക്തിയ പ്രണശ്യതി എന്നാ പറയുന്നത്. എന്റെ ഭക്തർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്നുള്ളത് ഭക്തനെ കൊണ്ടാണ് ഭഗവാൻ പ്രഖ്യാപിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കാണ് ആര്? ദ്രൗപദി വിശ്വസിക്കാണ്. അങ്ങനെ അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. ഇവിടെ ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിക്കുന്നത്, ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട് കറക്റ്റ് ആയിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ ദ്രൗപദി ഗോവിന്ദ എന്ന് വിളിക്കുന്നത്? ഹരേ കൃഷ്ണ. ഭഗവാൻ ഗോക്കളെ മേയ്ക്കുന്നത് കൊണ്ട്. ഗോക്കളെ അല്ലേ? അല്ല, ഉയർത്തിയതുകൊണ്ടാ? ഗാവനത്തില് ഗോവർദ്ധനം എടുത്ത് ഉയർത്തിയതുകൊണ്ടാ? ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നല്ലേ അതിന്റെ അർത്ഥം? ഋഷികേശൻ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ഋഷികേശൻ. പശുക്കളെ പാലിക്കുന്നതാണ് ഗോപാലൻ. പശുക്കളെ ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്തിയിട്ട് എല്ലാരും രക്ഷിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു ഗോവിന്ദൻ വിളിക്കുന്നു. അല്ല, ഗോവിന്ദൻ എന്ന് വിളിക്കാൻ കാരണം, ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത് നമ്മളെല്ലാ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് നമ്മൾ ശരണാഗതി പ്രാപിക്കാന്ന് പറയില്ലേ? ശരണാഗതി അതായത് നമ്മളെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഭഗവാൻ എന്താ പറയുന്ന, നമ്മുടെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി ഭഗവാനെ വിളിച്ചത് ഗോവിന്ദ എന്നാ വിളിക്കുന്നത്. അതായത് കൃഷ്ണ എന്നല്ല വിളിക്കുന്ന, ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. ഗോവിന്ദ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാന് ഫുള്ള് സറണ്ടർ ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഭഗവാന് സമർപ്പിച്ചു എന്നാണ് ആ വിളിക്ക് അർത്ഥം വരുന്നത്. ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാന് മുഴുവനും നമ്മള് എന്ത് ചെയ്യാണ്? സമർപ്പണം ചെയ്യാണ്, ആത്മാർപ്പണം ചെയ്യാണ് ഭഗവാന് വേണ്ടിയിട്ട് നമ്മള് ശരണാഗതി പ്രാപിക്കുകയാണ് നമ്മള്. അപ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറയുന്നത് മുഴുവൻ അതാ, ഭൗതികമായ ക്ലേശങ്ങളിൽ നിന്ന് ഗോവിന്ദ ഗോവിന്ദ എന്നാണ് ഓരോ വരുന്നത്. ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്നാ പറയുന്നത് എല്ലാത്തിലും അല്ലെ? അപ്പൊ ഗോവിന്ദ എന്ന് പറയുന്നതിന്റെ റീസൺ അവിടെയാ വരുന്നത് കേട്ടോ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാതാജി, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ കൃഷ്ണ ഇപ്പൊ മാതാജി പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്. ഗോവിന്ദ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുന്നതുകൊണ്ട് ഗോവിന്ദ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൃഷ്ണനെ ഇപ്പൊ മാധവ, മധുസൂദന അങ്ങനെ നമ്മൾ പല പേരുകളിൽ കൃഷ്ണനെ വിളിക്കുമല്ലോ. അപ്പൊ ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓരോന്നിനും അപ്പൊ നമ്മൾ നമ്മളുടെ ഓരോ പർപ്പസിനനുസരിച്ച് വേറെ വേറെ പേര് വിളിക്കണം എന്നാണോ പറയുന്നത്?
അങ്ങനെയല്ല. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അത് അവിടെ അതിന്റെ പ്രാധാന്യം പറഞ്ഞതാ. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ളവരല്ലല്ലോ ഇവരാരും. അതെ 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 നമ്മൾ ഇവരെ കോപ്പി ചെയ്യാൻ പറ്റുന്നവരല്ലല്ലോ നമ്മളാരും. അതെ അതെ. ഇവിടെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു മാതാജി. ഗോവിന്ദ എന്ന് വിളിച്ചാലും നമ്മൾ എന്ത് വിളിച്ചാലും നമ്മൾ പൂർണ്ണമായിട്ട് മാറാതെ നമ്മൾ ഏത് പേര് വിളിച്ചിട്ടും കാര്യമില്ല. ആ ആ ആ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാഭാരതത്തിൽ ദ്രൗപദി ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ട ഗോവിന്ദ, അങ്ങയുടെ ഭക്തജനങ്ങൾ അത് പറഞ്ഞതല്ല, നമ്മള് ദ്രൗപദിയും ഭർത്താക്കന്മാരായ പാണ്ഡവരും ദുര്യോധനന്റെ ദുർബുദ്ധി മൂലം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ അതികഠിനമായിരുന്നു. സമുന്നതനായ യുദ്ധവീരനും നിത്യബ്രഹ്മചാരിയും ജ്ഞാനിയുമായ ഭീഷ്മദേവനെ പോലും തക്കതായിരുന്നു ദ്രൗപദിയും ഭർത്താക്കന്മാരും അനുഭവിച്ച യാതനകള്. നമുക്കറിയാലോ, ദ്രൗപദിയും ഭർത്താക്കന്മാരായിട്ടുള്ള പാണ്ഡവരും ദുര്യോധനന്റെ ദുർബുദ്ധി മൂലം അനുഭവിക്കേണ്ടുന്ന കഷ്ടപ്പാടുകള് കഠിനമായിട്ടുള്ളതായിരുന്നു. അപ്പൊ യുദ്ധവീരനും നിത്യബ്രഹ്മചാരിയും ജ്ഞാനിയുമായ ഭീഷ്മദേവനെ പോലും കരയിക്കത്തക്കതായിരുന്നു എന്ത്? ദ്രൗപദിയും ഭർത്താക്കന്മാരും അനുഭവിച്ച എല്ലാ തരത്തിലുള്ള യാതനകളും. പാണ്ഡവരാണെങ്കിൽ തികഞ്ഞ ധാർമ്മികർ. പാഞ്ചാലി ലക്ഷ്മി ദേവിക്ക് തുല്യാണ്, കൃഷ്ണൻ അവരുടെ സുഹൃത്തും. എന്നിട്ടും ഇത്രയേറെ കഷ്ടതകളും ക്ലേശങ്ങളും അവർക്ക് സഹിക്കേണ്ടി വന്നതിനാലാണ് ഭീഷ്മർക്ക് അത്ഭുതം. അതിസാധാരണമായ ഈ ക്ലേശങ്ങളുടെ മുമ്പിലും ദ്രൗപദി ഭഗ്നാശയായില്ല. കൃഷ്ണൻ തങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് തീർച്ചയായും ആത്യന്തികമായി തങ്ങൾ രക്ഷപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പൊ ഇത്രയും ക്ലേശങ്ങൾ അനുഭവിച്ചെങ്കിലും അവർക്കൊരിക്കലും എന്തുണ്ടായിരുന്നില്ല? ഒട്ടും ചാഞ്ചല്യം വന്നിട്ടില്ല. അവർക്കൊരിക്കലും ഭയം തോന്നിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ എപ്പോഴും രക്ഷിക്കും, അല്ലെ? നമ്മൾ പറഞ്ഞു ഭഗവാൻ ഏത് സമയത്തും കൂടെ ഉണ്ടാകും എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവരൊരിക്കലും ഇത് പറഞ്ഞത് ഇതിൽ പറഞ്ഞല്ലോ, അവശ്യം രക്ഷിപ്പേ കൃഷ്ണ, ഏതൊരു സമയത്തും ഭഗവാന്റെ സഹായം ഉണ്ടാകുന്ന ഉറപ്പ് ആർക്കുണ്ട്? ദ്രൗപദിക്ക് ഉള്ളത് കൊണ്ട് ഒരിക്കലും അവർക്ക് അതില് എന്തുണ്ടായിരുന്നില്ല? ഒട്ടും ഭയം ഉണ്ടായിരുന്നില്ല, അവർക്കൊരു പേടിയേ ഉണ്ടായിരുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 2-ാം അധ്യായം 53-ാം ശ്ലോകത്തിൽ നിമി മഹാരാജാവിനോട് ഋഷഭദേവന്റെ പുത്രൻ ഹരി ഇങ്ങനെ പറയുന്നു: രാജൻ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സേവനത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പൂജനീയമായിട്ടോ അഭിലഷിക്കത്തക്കതായിട്ടോ ഇല്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഒരു നിമിഷം പോലും വ്യതിചലിക്കാത്തവനാണ് ഉത്തമ ഭക്തൻ. അതായത് ഇന്ദ്രനെ പോലുള്ള ദേവന്മാർ ആഗ്രഹിക്കുന്ന അവസ്ഥ. അവിടെ നിമി മഹാരാജാവിനോട് ഋഷഭദേവന്റെ പുത്രൻ ഹരി പറയുന്നതാണ്: ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സേവനത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പൂജനീയമായിട്ടോ അഭിലഷിക്കതായിട്ടോ ഇല്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു നിമിഷം പോലും വ്യതിചലിക്കാനാവാത്തതാണ് ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത്. ഒരു ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവത് സേവനം. ഭഗവത് സേവനം അല്ലാതെ വേറെ ഒന്നും ആരാഗ്രഹിക്കുന്നില്ല, അഭിലഷിക്കുന്നില്ല. ഒരു ഉത്തമ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരു ഭക്തൻ, ഏറ്റവും ഉത്തമ ഭക്തൻ ആഗ്രഹിക്കുന്നത് ഒരു ഉത്തമ ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്ത് മാത്രമാണ്? ഭഗവത് സേവനം ചെയ്യാന്ന് മാത്രമാണ്. അതിനേക്കാളും വലിയൊരു കാര്യം എന്തില്ല? ആ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാളും വലുതായിട്ട് വേറെ ഒന്നും ഇല്ല എന്ന് വിശ്വാസത്തോടെയാണ് ആരെല്ലാം ചെയ്യുന്നത്? ഭഗവത് സേവനം ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം ഭക്തനെ സംബന്ധിച്ച് എന്താണ്? ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു നിമിഷം വ്യതിചലിക്കാത്തവൻ. അപ്പൊ അതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവനാണ് ആര്? ഒരു ഉത്തമ ഭക്തൻ. സർവവും ഭഗവാന് സമർപ്പിക്കൽ. പൂർണ്ണമായ സ്വാത്മാർപ്പണത്തെ കുറിച്ച് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 20-ാം അധ്യായം 34-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്: മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ സ്വാത്മാർപ്പണം ചെയ്യുന്നവനെ ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും ഞാൻ വ്യക്തിപരമായി തന്നെ സംരക്ഷിക്കും. അപ്പോ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഈ ജന്മത്തിൽ മാത്രമല്ല എല്ലാ ജന്മത്തിലും ഭഗവാൻ വ്യക്തിപരമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്ന പറയണത്? സംരക്ഷിക്കുന്ന പറയണത്. അപ്പൊ എങ്ങനെയാണ് നമ്മള് ഭഗവത്ഗീതയിലും ഭഗവാൻ അതാ പറഞ്ഞു നിർത്തുന്നത്, അല്ലെ? ലാസ്റ്റ് ഭഗവാൻ പറയുന്നത് എന്താണ്? ലാസ്റ്റ് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നത്. എല്ലാ ധർമ്മങ്ങളും വിട്ട് എന്നെ ശരണം പ്രാപിക്കാനാണ് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗവതത്തിലും 11-ാമത്തെ സ്കന്ധത്തിൽ 20-ാം അധ്യായം 34-ാം ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാം ഉപേക്ഷിച്ച് എന്നിൽ സ്വാത്മാർപ്പണം ചെയ്യുക, എന്നിൽ പൂർണ്ണമായിട്ട് എന്നിൽ അർപ്പിക്കുക, മനസ്സും ശരീരവും ആത്മാവും എല്ലാം എന്നിൽ അർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും ഞാൻ നിന്നെ വ്യക്തിപരമായിട്ട് തന്നെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ
ഭഗവാന് അത് മാതാജി അതെങ്ങനെയാ സർവ്വം ഉപേക്ഷിച്ച് സമർപ്പിക്കാന്ന് പറയുന്നത് അർത്ഥം? അതായത് ഹരേ കൃഷ്ണ. നമുക്ക് വേറെ ഒന്നും ഇല്ല മാതാജി, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനെ മാത്രം പൂർണ്ണ ശരണാഗതി പ്രാപിക്കാന്ന് പറയില്ലേ നമ്മള്. ഇപ്പൊ നമ്മളെ എന്താ പറയാ, ഉറക്കത്തിലും ഊണിലും എല്ലാ സമയത്തും ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആരെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ളത്? സ്വന്തമായിട്ട് സമർപ്പിച്ചായിരുന്നു മഹാബലി ചക്രവർത്തി. സ്വാത്മാർപ്പണം ചെയ്തൊരു വ്യക്തിയാണ് അല്ലെ? അതെ. അങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ പറയുന്നില്ലേ കുറൂരമ്മ, എല്ലാം ഭഗവാനെ സമർപ്പിക്കാം. കുറൂരമ്മ, മുല്ലമംഗലം, പറയുന്നത്. അപ്പൊ അതിനാണ് പിന്നെ അംബരീഷ് മഹാരാജാവ് പറയുന്നില്ലേ, അംബരീഷ് മഹാരാജിന്റെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് പറയുന്നത്. ഈ ജന്മത്തിൽ മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലും വ്യക്തിപരമായിട്ട് ഞാൻ സംരക്ഷിക്കും. ഇപ്പൊ ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ 1-ാമത്തെ അധ്യായം തൊട്ട് 2-ാമത്തെ അധ്യായം തൊട്ട് ഉപദേശങ്ങൾ തുടങ്ങിയിട്ട് 18-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ വന്നിട്ടാ ഭഗവാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യം അല്ലെ. ഇപ്പൊ ഭാഗവതത്തില് 11-ാം സ്കന്ധം എന്ന് പറയുമ്പോൾ ഏകദേശം ലാസ്റ്റ് എത്തി. അതേപോലെ തന്നെ ഭഗവത്ഗീതയിലും ലാസ്റ്റ് ആണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നതായ ഭഗവത്ഗീത അവസാനിക്കുന്നത് ശരിക്കും ആ ശ്ലോകത്തിലൂടെ. എന്താ പറയുന്നത്? എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കാനാ പറയുന്നത്. അതുവരെ ഭഗവാൻ എന്താ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ലാസ്റ്റില് ഭഗവാൻ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, നിങ്ങള് എല്ലാം വിട്ട് എന്നെ ശരണം പ്രാപിക്കുക, അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ രക്ഷിക്കും എന്നാ ഭഗവാൻ പറയുന്നത് അവിടെ. കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ സ്വാത്മാർപ്പണം ചെയ്യുന്ന നിമിഷം മുതൽ സർവ്വവിധ പാപങ്ങളിൽ നിന്നും അവന്റെ സംരക്ഷണം കൃഷ്ണൻ ഉറപ്പ് നൽകുന്നു. വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ആന്തരികമായി തന്നെ നൽകി ആത്മീയ സമ്പൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ ഭക്തനെ ഭഗവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതിന് വേണ്ട നിർദ്ദേശം, നമുക്ക് എന്താ പറയുക, നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംരക്ഷണം ആര് ഉറപ്പ് നൽകാണ്? ഭഗവാൻ അവിടെ ഉറപ്പ് നൽകാണ്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പിന്നെ നമുക്ക് ഭഗവാൻ ആന്തരികമായിട്ട് തന്നെ നൽകി നമ്മൾ എവിടേക്ക് കൊണ്ടുപോകാണ്? ആത്മീയ സമ്പൂർണതയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് തരാണ്. ഇപ്പൊ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു അല്ലെ, 2 തരത്തിൽ നമ്മളെ ശരിയാക്കാനായിട്ട് നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ ഒരെണ്ണം പറഞ്ഞത് എന്താണ്? ആത്മാവർത്തിയായിട്ട് നമ്മളുള്ളില് ആന്തരികമായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. പരമാത്മാവായിട്ട് നമ്മളുള്ളിൽ ഇരുന്നു കൊണ്ട് ഗുരു ശാസ്ത്രം ഗുരു സാധു ശാസ്ത്രം, ഈ 3 കാര്യങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് എന്ത് തരുന്നുണ്ടെന്ന് പറഞ്ഞു? നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ആ നിർദ്ദേശത്തിലൂടെ പാലിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് എത്താൻ സാധിക്കും? ആ സമ്പൂർണ്ണ സാക്ഷാത്കാരത്തിനുള്ള ആ പാതയിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും. ആ പാതയിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ട് എന്താ പറയാ ആത്മസമർപ്പണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭഗവാൻ സഹായിക്കും എന്ന് പറയാണ്. ഈ സ്വാത്മാർപ്പണത്തിനാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ഈ സ്വാത്മാർപ്പണത്തിനാണ് നമ്മൾ എന്ത് പറയാ? ആത്മനിവേദനം. സ്വത്വ ശബ്ദത്തെ വ്യത്യസ്ത രീതിയിലാണ് പ്രാമാണികന്മാർ പലരും നിർവചിച്ചിരിക്കുന്നത്. ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ അർത്ഥങ്ങളിലെല്ലാം സ്വത്വം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സ്വാത്മാർപ്പണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സും ശരീരവും ആത്മാവും ഭഗവാന് സമർപ്പിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? സ്വാത്മാർപ്പണം അല്ലെങ്കിൽ ആത്മനിവേദനം എന്ന് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും സ്വാത്മാർപ്പണം എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമല്ല ഉദ്ദേശിക്കപ്പെട്ടത്, ശരീരവും മനസ്സും ആത്മാവും ഒപ്പം ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുന്നു എന്നാണ്. ഇത് സംബന്ധിച്ച് ശ്രീല ഭക്തി വിനോദ ഠാക്കൂറയുടെ 1-ാം തരം ഒരു ഗീതമുണ്ട്. അപ്പൊ ആത്മസമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത്? മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൂർണ്ണമായും ആത്മനിവേദനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സ്, എന്റെ വീട്ടുകാര്യങ്ങൾ, എന്റെ ശരീരം എന്തെല്ലാം എന്റെ അധീനതയിലുണ്ടോ അവയെല്ലാം ഭഗവാനെ ഞാൻ അങ്ങയെ സേവിക്കാനായി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാറ്റിന്റെയും പരമാധികാരിയും ഉടമയും അവിടുന്നാണ്. അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, അതെല്ലാം രക്ഷിക്കാനാണെങ്കിൽ രക്ഷിക്കാം. എല്ലാ അധികാരവും അങ്ങേക്കാണ്. എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കൊന്നുമില്ല. ഇപ്പൊ മനസ്സും ശരീരവും ആത്മാവും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ സേവിക്കാൻ വേണ്ടിട്ട് എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാല് നമ്മുടെ എല്ലാത്തിന്റെ പരമാധികാരി ആരാണ്? ഭഗവാനാണ്. നമ്മളെ രക്ഷിക്കാനും സാധിക്കും, നമ്മളെ കൊല്ലാനും സാധിക്കും. ഭഗവാൻ എന്താണോ ഇച്ഛ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാനുള്ള അവകാശം പിന്നെ ആർക്കാണ്? ഭഗവാന് മാത്രമാണ്. യമുനാചാര്യന്റെ പ്രാർത്ഥന.
സമാനമായ ആശയം യമുനാചാര്യന്റെ പ്രാർത്ഥനകളിലും കാണാം. ഭഗവാനെ, ഞാൻ ചിലപ്പോൾ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ദേവന്മാരുടെ ശരീരത്തിലോ ആയിരിക്കാം ജീവിക്കുന്നത്. ഏതു തരം ജീവിതമായാലും എനിക്ക് വിരോധമില്ല. കാരണം ഈ ശരീരങ്ങളെല്ലാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഉപോൽപ്പന്നങ്ങളാണ്. ഈ ശരീരങ്ങളുടെ ഉടമയായ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ യമുനാചാര്യന്റെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? എല്ലാറ്റിന്റെ ഉടമയാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലായിരിക്കാം ചിലപ്പോൾ ഞാൻ, ദേവന്മാരുടെ ശരീരത്തിലായിരിക്കാം ജീവിക്കുന്നത്. ഏത് ജീവിതമായാലും എനിക്ക് വിരോധമില്ല. കാരണം എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഉപോൽപ്പന്നങ്ങളാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ ഉടമയായിട്ടുള്ള ഞാൻ എന്നെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കുന്നു എന്നാണ് യമുനാചാര്യൻ പ്രാർത്ഥിക്കുന്നത്. സ്വാത്മാർപ്പണത്തിൽ ശരീരം എങ്ങനെ അർപ്പിക്കാം? സ്വാത്മാർപ്പണത്തിൽ ശരീരം എങ്ങനെ അർപ്പിക്കാമെന്ന് ഹരിഭക്തി വിവേകത്തിൽ പറയുന്നു. അതിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു: ഭഗവാനെ, വിൽക്കപ്പെട്ട മൃഗത്തിന് അതിന്റെ പാലനത്തെയോ ജീവനത്തെയോ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ എന്റെ ശരീരം അങ്ങേക്കായി ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ഇനി ഒരിക്കലും അതിന്റെ പാലന പോഷണങ്ങളെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. അതായത് വ്യക്തിപരമോ കുടുംബ സംബന്ധമായ പാലന ജീവിതത്തെ ചൊല്ലി വിഷമിക്കേണ്ടെന്നർത്ഥം. അപ്പൊ ശരീരം സമർപ്പിക്കാന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നമുക്കുള്ള ബന്ധങ്ങൾ മുഴുവൻ എന്തുകൊണ്ടുള്ള ബന്ധമാണ്? ഈ ശരീരം കൊണ്ടുള്ള ബന്ധമാണ് നമുക്ക്, അല്ലെ? നമ്മളുടെ ഈ ശരീരത്തിനാണ് ഈ പറഞ്ഞ എല്ലാവരായിട്ട്, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ ചുറ്റുപാടിലുള്ള സുഹൃത്തുക്കള്, നമുക്ക് എല്ലാവരായിട്ടുള്ള ബന്ധം എന്താണ്? ആത്മാവിന്റെ ബന്ധമല്ല. എന്ത് ബന്ധമാണ്? ശരീരം കൊണ്ടുള്ള ബന്ധമാണ്. ആ ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞ് ഈ ബന്ധങ്ങളും തീർന്നു നമ്മുടെ. അങ്ങനെയാണല്ലോ. നമ്മളെ ശരീരത്തിന് ആ ശരീരം നമ്മളെ ഇല്ലാതാവുമ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ ആ ബന്ധങ്ങളും അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ജന്മ ആ ജീവാത്മാവ് വേറൊരു ശരീരം എടുക്കുമ്പോ ഈ ബന്ധം നമുക്കുണ്ടോ? ഇല്ല. ആ ശരീരമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ബന്ധമാണ് പിന്നെ വരുന്നത്. അപ്പൊ ആ ശരീരത്തിന് എന്തിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്? ഒരു ഭക്തൻ പറയുന്നത് എങ്ങനെയാ പറയുന്നത്? ഇതിൽ പറയുന്നത്, അതിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു: ഭഗവാനെ, വിൽക്കപ്പെട്ട മൃഗത്തിന് അതിന്റെ പാലനത്തെ കുറിച്ചോ ജീവനത്തെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഭഗവാൻ ആത്മാർപ്പണം ചെയ്തൊരു വ്യക്തി എന്താണ് പറഞ്ഞത്? അങ്ങേക്കായിട്ട് ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ശരീരത്തിന്റെ പാലനത്തെ കുറിച്ചോ പോഷണത്തെ കുറിച്ചോ ഒന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതായത് വ്യക്തിപരമായിട്ട് ആ ശരീരത്തിന്റെ പാലനം പോഷണം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ആ ശരീരത്തിന്റെ ബന്ധങ്ങളെ കുറിച്ച്, വ്യക്തിപരമായിട്ടുള്ള കുടുംബസമേതമായിട്ടുള്ള പാലന ജീവിതത്തെ ചൊല്ലിയൊന്നും വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവാനെ ഫുള്ള് ആത്മാർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന്റെ ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരവും ആത്മാവും സമർപ്പിക്കപ്പെട്ടവന്റെ ഒരേ ഒരു താല്പര്യം ഭഗവത് സേവനമാണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പൊ ശരീരവും ആത്മാവും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഭഗവാന്റെ സേവനം മാത്രമേ അവരെ മുന്നിലുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയില്ല. സുഹൃഭാവത്തിലുള്ള ഭക്തി സേവനവും ആത്മനിവേദനത്തിലുള്ള ഭക്തി സേവനവും ഒരുപോലെ പ്രയാസമുള്ള രണ്ട് മാർഗങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ അപൂർവമാണ്. ഭക്തിയുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രാവർത്തികമാക്കാനാകൂ. ഹർഷോന്മത്തമായ ഭക്തിയും ആത്മനിവേദനവും കൂടി കലർന്നു കാണുന്നത് അത്യപൂർവമാണെന്ന് സാരം. ഭഗവാന്റെ ഇച്ഛ പൂർണ്ണമായും സ്വയം സമർപ്പിക്കുകയാണ് ഇച്ഛയ്ക്ക് ആയിരിക്കും അല്ലെ. പൂർണ്ണമായും സമർപ്പിക്കുകയാണ് ഇച്ഛയ്ക്ക് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ സുഹൃത്ഭാവത്തിലുള്ള ഭക്തി സേവനവും ആത്മനിവേദനത്തിലുള്ള ഭക്തി സേവനവും ഒരുപോലെ പ്രയാസമുള്ള രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് സുഹൃത്ഭാവത്തിൽ ഭക്തി സേവനം ചെയ്യുന്നത്, രണ്ട് ആത്മനിവേദനത്തിലൂടെ. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ അപൂർവമാണ്. ഭക്തിയുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്തിയുടെ സേവനം ചെയ്യാൻ ആർക്കേ സാധിക്കുള്ളൂ? ഭഗവാനുമായിട്ട് ആ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഹർഷോന്മത്തമായ ഭക്തിയും ആത്മനിവേദന ഭക്തിയും കൂടി കലർന്ന് കാണുന്നത് അത്യപൂർവമാണെന്ന് സാരം. അപ്പൊ ഇത് രണ്ടും കൂടിക്കലർന്നു വരുന്നത് വളരെ അപൂർവമാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പൂർണ്ണമായിട്ടും നമ്മളെ സമർപ്പിക്കുക, ആത്മസമർപ്പണം ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട വസ്തു സമർപ്പിക്കൽ. ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 11-ാം അധ്യായം 41-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു: പ്രിയപ്പെട്ട ചങ്ങാതി, ഒരാളുടെ കൈവശമുള്ളതിൽ ഏറ്റവും നല്ല വസ്തു, അതല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എനിക്ക് തരുന്നവന് അനശ്വരമായ നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭഗവാൻ എന്താ സമർപ്പിക്കേണ്ടത്? എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ ഉള്ളതില് ഏറ്റവും നല്ല വസ്തു ആയിരിക്കണം നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത്.
നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് നമ്മളുടെ കൈവശമുള്ളതില് ഏറ്റവും നല്ല വസ്തു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു, പ്രിയപ്പെട്ട വസ്തുവാണ് ആർക്ക് സമർപ്പിക്കേണ്ടത്? ഭഗവാന് സമർപ്പിക്കേണ്ടത്. അങ്ങനെ തരുന്നവന് അനശ്വരങ്ങളായ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവന് അനശ്വരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്, ഭാഗവതത്തില് പറയുന്നത്. ഇനി കൃഷ്ണന് വേണ്ടി എല്ലാ പ്രയത്നവും ചെയ്യാം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃഷ്ണന്റെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ മതഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളവയും നിത്യജീവിതത്തിന് വേണ്ടവയും ആയ എല്ലാ തരം പ്രവർത്തികളും ചെയ്യണമെന്ന് അതിൽ വ്യക്തമാക്കുന്നു. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നാരദ പഞ്ചരാത്രത്തിൽ ഓരോ മേഖലകളിലും, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എങ്ങനെയാണ് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? ഈ മതഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതും നിത്യജീവിതത്തിന് വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് അതില് പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് 4 ഘട്ടങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇത്? ഫസ്റ്റത്തെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിയാം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത് ബ്രഹ്മചര്യം. രണ്ടാമത്തത് വന്നിട്ട് ഗൃഹസ്ഥം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം. പക്ഷെ ഈ 4 സ്റ്റേജസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് സേവനം ചെയ്ത്, അതായത് ഒരു ഭക്തി എങ്ങനെയാണ് നമ്മൾ അതിലൂടെ നമ്മൾ പോകുക, അപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്തൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതേ പ്രകാരം നമുക്ക് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് എന്തിൽ പറ്റും? ഇതിലൂടെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതിയിലേക്ക് കടക്കാനായിട്ട്, സാക്ഷാത്കാരത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ യഥാർത്ഥ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ ഈ ഓരോ സ്റ്റേജസിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ആ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് നിത്യജീവിതത്തില് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? അതായത് ഭഗവാനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഭക്തൻ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, മറിച്ച് പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കൂടി കൃഷ്ണാവബോധത്തിൽ ചെയ്തിരിക്കണം എന്നർത്ഥം. ഉദാഹരണത്തിന്, വമ്പിച്ച ഒരു ഫാക്ടറിയുടെ ഉടമയായ ഭക്തൻ ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങളും ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കണം. അപ്പോ എന്തുമാത്രം ചെയ്താൽ പോരാ? ഈ പറഞ്ഞ രീതിയിൽ മാത്രം, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് മാത്രം ചെയ്താൽ പോരാ, പ്രാക്ടിക്കലായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യണം. അതായത് കൃഷ്ണാവബോധത്തിൽ ചെയ്തിരിക്കണം. എങ്ങനെയാണ്? നമുക്കിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഉദാഹരണം പറഞ്ഞേക്കില്ലേ, ഒരു ഉടമയായിട്ടുള്ള ഭക്തൻ. അപ്പൊ ഭൗതികമായിട്ടുള്ള പല നേട്ടങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാവും, സാമ്പത്തികമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അടുത്തത് സമർപ്പിതാത്മാവാകൽ. സമർപ്പണത്തെ കുറിച്ച് ഹരിഭക്തി വിലാസത്തിൽ ഇങ്ങനെ പറയുന്നു: താൻ അങ്ങയുടേത് മാത്രമാണെന്ന ദൃഢമായ വിശ്വാസത്തോടെ അങ്ങയിൽ സമർപ്പിതനായ ഒരാളുടെ മനോവാക് ശരീരങ്ങൾ പൂർണ്ണമായും ആ രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അയാൾക്ക് അതീന്ദ്രിയ പരമാനന്ദം ആസ്വദിക്കാനാകും. ഇപ്പോ താൻ അങ്ങയുടേത് മാത്രമാണെന്ന ദൃഢമായ വിശ്വാസത്തോടെ, അപ്പൊ താൻ ആരുടെ മാത്രമാണ്? ഭഗവാന്റെ മാത്രമാണെന്നുള്ള വിശ്വാസത്തോടെ ഭഗവാനിൽ സമർപ്പിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സ്, വാക്ക്, ശരീരങ്ങൾ പൂർണ്ണമായിട്ടും ആ രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അയാൾക്ക് എന്ത് ലഭിക്കും? അതീന്ദ്രിയമായ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സും ശരീരവും ആത്മാവും ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. തുളസി തുടങ്ങിയ ചെടികളെയും വൃക്ഷങ്ങളെയും പരിചരിക്കൽ. സ്കന്ദപുരാണത്തിൽ തുളസി ചെടിയെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നു: പാപസഞ്ചയങ്ങളെ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന തുളസി ചെടിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഈ ചെടിയുടെ സ്പർശം മാത്രം മതി എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ. തുളസി ചെടിയെ പ്രണമിക്കുകയും അതിന് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നവർക്ക് യമരാജന്റെ കോടതിയിൽ പോകേണ്ടി വരില്ല. തുളസി ചെടി നടുന്നവൻ തീർച്ചയായിട്ടും കൃഷ്ണഭക്തനായി തീരും. തുളസീദളം കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അർച്ചിക്കുന്നവന് ഭഗവത് പ്രേമം സമ്പൂർണമാകും. അപ്പൊ സ്കന്ദപുരാണത്തിൽ പറയുന്നത് അല്ലെ, പാപസഞ്ചയങ്ങള് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? തുളസിയെ നശിപ്പിക്കാൻ കഴിയുന്ന തുളസി ചെടിയെ ഞാൻ പ്രണമിക്കുന്നു. ഈ ചെടിയുടെ സ്പർശം മാത്രം മതി എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട്. പിന്നെ അത് മാത്രല്ല, തുളസി ചെടിയെ പ്രണാമം ചെയ്യുന്നത് കൊണ്ട്, അതിന് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് എന്താണ്? യമരാജന്റെ കോടതിയിൽ പോകേണ്ടി വരില്ല. തുളസി ചെടി നടുന്നവൻ ആരായിട്ട് മാറും? ഭഗവാന്റെ ഭക്തനായിട്ട് മാറും. തുളസി ദളം ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അർച്ചിക്കുന്നവന്
ഭഗവത് പ്രേമം സമ്പൂർണമാകും. നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചതാണ് അല്ലെ, തുളസിയെ കുറിച്ചുള്ള മഹാത്മ്യമൊക്കെ. എല്ലാ വിധത്തിലും തുളസി മംഗളദായകമാണ്. അതിന്റെ ദർശനം, സ്പർശനം, ശ്രവണം, സ്മരണം, അതിനോട് ആദരപൂർവ്വമുള്ള പ്രാർത്ഥന, അതിനെ പ്രണമിക്കൽ, തുളസി ചെടി നട്ടുപിടിക്കൽ, ഇതെല്ലാം ശുഭകർമ്മങ്ങളാണ്. ഈ പറഞ്ഞില്ല, ഏതെങ്കിലും ചെയ്യുന്നവന് എക്കാലവും വൈകുണ്ഠ ലോകത്തിൽ കഴിയാൻ സാധിക്കും എന്ന് സ്കന്ദപുരാണം പറയുന്നു. അപ്പൊ തുളസി അത്രയും മംഗളദായകമായിട്ടുള്ളതാണ്. അതിന്റെ ദർശനം, സ്പർശനം, ശ്രവണം, സ്മരണം, പിന്നെ അതിനോട് ആദരപൂർവ്വമുള്ള പ്രാർത്ഥന, അതിനെ പ്രണമിക്കുക, ഇതൊക്കെ തുളസിച്ചെടി നട്ടുപിടിക്കുന്നതിൽ ഇതെല്ലാം എന്താണ്, ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് എക്കാലവും എവിടെ കഴിയാൻ സാധിക്കും? വൈകുണ്ഠത്തിൽ കഴിയാൻ സാധിക്കുമെന്ന് സ്കന്ദപുരാണത്തില് പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേച്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവ വൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रमानंदे, हरि हरि बोल. हरे कृष्ण. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ हरे कृष्ण. മാതാജി. എനിക്ക് 4-5 തുളസി തൈയല്ല വലുതായിട്ടുണ്ട്, പക്ഷെ 2 അത് ഉണങ്ങിപ്പോയി. അപ്പൊ അത് കടന്നിട്ട് നമുക്ക് തുളസി തൈ വേറെ ഉണ്ട്, അത് നമുക്ക് പറിച്ച് അവിടെ തന്നെ നടാമല്ലോ അല്ലേ? ചെയ്യട്ടെ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭാഗവതന്മാർ അതിന്റെ ശുദ്ധ ഭക്തന്മാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഭാഗവതന്മാർ അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മനസ്സും ശരീരവും ആത്മാവും ഭഗവാന് പ്രത്യക്ഷമായി തന്നെ സേവനമനുഷ്ഠിക്കുന്നവര്. ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര് അല്ലെ. ആ ഭക്തന്മാരെ ശുദ്ധ ഭക്തന്മാരെന്ന് പറയുന്നത്. സുഹൃത്ത് ഭാവത്തിലുള്ള ഭക്തി സേവനങ്ങൾ ഏതൊക്കെയാണ്? ഭഗവാന്റെ അന്തരംഗ ദാസനായി പ്രവർത്തിക്കുകയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഭഗവാന്റെ ശുഭകാംക്ഷയായി പ്രവർത്തിക്കുന്നത്. മനുഷ്യ സമുദായത്തിൽ എങ്ങനെയുള്ളവർക്ക് തുല്യനായ ആരും ഇല്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീതാ രഹസ്യം ജനങ്ങളിൽ എത്തിക്കുന്നവൻ കൃഷ്ണന് പ്രിയപ്പരനാണ് അവൻ. മനുഷ്യ സമുദായത്തിൽ അയാൾക്ക് തുല്യനായിട്ടാരും. ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 20-ാം അധ്യായം 34-ാം ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? ഏതാണ്? 11, 20, 34 അല്ലെ. മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ സ്വാത്മാർപ്പണം ചെയ്യുന്നവന് ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും ഞാൻ വ്യക്തിപരമായി തന്നെ സംരക്ഷിക്കും. അതായത് മനസ്സും ശരീരവും ആത്മാവും സമർപ്പിക്കണം. ഭഗവാൻ വ്യക്തിപരമായിട്ട് തന്നെ ഭഗവാൻ അവരെ സംരക്ഷിക്കും. അടുത്തത് ആത്മനിവേദനം. കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ആത്മാർപ്പണം ചെയ്യുന്ന നിമിഷം മുതൽ സർവ്വവിധ പാപങ്ങളിൽ നിന്നും അവന്റെ സംരക്ഷണം കൃഷ്ണൻ ഉറപ്പു നൽകുന്നു. വേണ്ട നിർദ്ദേശങ്ങളും ആന്തരികമായി നൽകി ആത്മീയ സമ്പൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ ഭക്തനെ ഭഗവാൻ സഹായിക്കും. ഈ സ്വാത്മാർപ്പണത്തിനാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. അതായത് മനസ്സും ശരീരവും ആത്മാവും ഭഗവാന് സമർപ്പിക്കുക, അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ശ്രീമദ് ഭാഗവതം 11:41 ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ട ചങ്ങാതി, ഒരാളുടെ കൈവശമുള്ളതിൽ ഏറ്റവും നല്ല വസ്തു അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എനിക്ക് തരുന്നവന് അനശ്വരമായ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ ഭഗവാന് കൊടുക്കേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മളെ കയ്യിലുള്ളത് ഏറ്റവും നന്നായിട്ടുള്ളത്, അതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. ഹരേ കൃഷ്ണ. അടുത്തത് തുളസി ചെടിയെ പരിപാലിക്കുന്നതിന്റെ ഗുണങ്ങള്. പാപസഞ്ചയങ്ങളെ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. ചെടിയുടെ സ്പർശനം മാത്രം മതി എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയും. തുളസിച്ചെടിയെ പ്രണമിക്കുകയും അതിന് വെള്ളമൊഴിക്കുകയും ചെയ്യുന്നവർക്ക് യമരാജന്റെ കോടതിയിൽ പോകേണ്ടി വരുന്നില്ല. തുളസിച്ചെടി നടുന്നവൻ തീർച്ചയായും കൃഷ്ണഭക്തനായി തീരും. തുളസീദളം കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർച്ചിക്കുന്നവന് ഭഗവത് പ്രേമം